അതിശക്തമായ മഴയിൽ വടക്കൻ മലബാറിൽ വ്യാപക നാശനഷ്ടം. നീലേശ്വരത്ത് 60ഓളം വീടുകളിൽ വെള്ളം കയറി. NH-66 വെള്ളക്കെട്ട് രൂക്ഷമായതിൽ കരാർ കമ്പനിക്കെതിരെ വലിയ പ്രതിഷേധമാണ് പ്രദേശവാസികളുടെ ഭാഗത്തുനിന്ന് ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നൊക്കെ ഉയരുന്നത്. കണ്ണൂർ പന്നിയൂർ കൂവൻകുന്നിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് 3 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ രാവിലെ മുതൽ പെയ്ത അതിതീവ്ര മഴയിൽ കനത്ത നാശനഷ്ടമാണ് വടക്കൻ മലബാറിൽ. നീലേശ്വരത്ത് 60ഓളം വീടുകളിൽ വെള്ളം കയറി. തേജസ്വിനി പുഴ കരകവിഞ്ഞതാണ് പോടോത്തുരുത്തിയിൽ വെള്ളക്കെട്ടിന് കാരണം. കുറച്ച് എല്ലാവർക്കും നാശം വെച്ചിട്ടുണ്ടാവും. കുറേ ആളെല്ലാം അതാളെ വീട്ടിലേക്ക് ബന്ധു വീട്ടിലേക്ക് പോയി. പിന്നെ അവിടെ ചാത്തമത്തെ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റി പാർപ്പിച്ചു. ധർമ്മത്തടുക്ക തലമുഗർ ചള്ളം കായത്ത് കാറിന് മുകളിൽ കുന്നിടിഞ്ഞു വീണു. തലമുഗർ സ്വദേശി മുഹമ്മദ് ഹാരിസും കുടുംബവും തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പ്രദേശത്തെ CPIM-ന്റെ പാർട്ടി ഓഫീസും തകർന്നു വീണു. വെള്ളരിക്കുണ്ട് കോട്ടമലയിൽ മണ്ണിടിച്ചിലുണ്ടായി. ഈ ഭാഗത്തെ 10 കുടുംബങ്ങളെ കോട്ടമല UP സ്കൂളിലേക്ക് മാറ്റി പാർപ്പിക്കും. ശക്തമായ കാറ്റിൽ കുമ്പള KSTP റോഡിലേക്ക് 3 നില കെട്ടിടത്തിന്റെ ഇരുമ്പു മേൽക്കൂര തകർന്നു വീണു. ഒബർല കോംപ്ലക്സിന്റെ മേൽക്കൂരയാണ് തകർന്നത്. NH-66 മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന കാഞ്ഞങ്ങാട് മാവുങ്കൽ ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷമാവുകയാണ്. സർവീസ് റോഡിൽ ഉൾപ്പെടെ വെള്ളം കയറിയതോടെ മേഘ കമ്പനിയുടെ വാഹനങ്ങൾ BJP പ്രവർത്തകർ പിടിച്ചിട്ടു. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ വെള്ളരിക്കുണ്ട് താലൂക്കിലെ പറമ്പ LP സ്കൂളിലേക്ക് 10 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു. മൈച്ചമുനമ്പത്ത് 15 വീടുകളിൽ വെള്ളം കയറി. ആളുകളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി. കണ്ണൂർ പന്നിയൂർ കൂവൻകുന്നിൽ വീടിനു മുകളിൽ തെങ്ങുവീണ 3 പേർക്ക് പരിക്കേറ്റു. പുഞ്ചയിൽ തോമസ്, സെലീന, സനു എന്നിവർക്കാണ് പരിക്കേറ്റത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കാസർഗോഡ്.